എന്താ ചെയ്യാൻ പോകുന്ന അറിയാമോ? ചിക്കൻ കറി. ചിക്കൻ കറി ആര് ചെയ്യും? ഇവിടെ ചെയ്യും, ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞല്ലോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ ഞാൻ അപ്പൊ കാണാം. ബൈ. സോ ആദ്യം എന്താ ചെയ്യണ്ട? അത് നീ ചട്ടി എടുത്ത് കൊടുക്കണം. ഇത് അടുപ്പത്ത് വെച്ചൊന്ന് ഇത് ചട്ടി ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കണം. കത്തിച്ചു കത്തിച്ചു കത്തിച്ചു. ഇത് ലോ ഫ്ലെയിമോ ഇല്ല ഹൈ ഫ്ലെയിമോ? ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ചട്ടി ചൂടാവുന്ന വരെ. ശരി, നമുക്ക് എണ്ണ ഒഴിക്കണം. ഇപ്പം എണ്ണ എത്ര ഒഴിക്കണ്ട? പാത്രത്തിലിരിക്കുന്ന എണ്ണ മൊത്തം ഒഴിച്ചു. മൊത്തം ഒഴിക്കട്ടെ? കറക്റ്റ് ആയിട്ട് ഒഴിച്ചു മൊത്തം ഊറ്റിക്കോ. വേറെ എണ്ണ പൊട്ടിച്ചൊഴിക്കണം. ഒഴിച്ചോ. എത്ര നേരം വെയിറ്റ് ചെയ്യണം? ചൂടാവുന്നത് കഴിയിടാം. അപ്പൊ ഗൈസ്, ഞാൻ മാത്രമല്ല, ഞാൻ ഇങ്ങനെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒറിജിനല് പറഞ്ഞു തരുന്നത് അമ്മയാണ്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്തായാലും പറഞ്ഞിട്ട് അപ്പൊ ഇതിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചൂടാനും അറിയും. കൈ വെച്ച് അത് കഴിഞ്ഞിട്ട് എന്താ അത് കഴിഞ്ഞിട്ട് നീ കൊച്ചുള്ളി ഇട്. ഇതോ? ഇതാണ് മറ്റേ ചെറിയ കൊച്ചുള്ളി അല്ലേ? ഓക്കെ, ആയിട്ടോ ചെറിയ ഉള്ളിയാണ്. ഇതിനാ പോലെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടോ? പെട്ടെന്ന് ഇളക്കണം. ആദ്യം നമ്മള് എണ്ണ ഒഴിച്ച് ഉള്ളി അല്ലേ? അതിന് കുറച്ച് സവാള കാണിച്ച്. ഓക്കെ, സവാള ഇടണം. ഇനി നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കണം. അപ്പൊ ഉപ്പിടണം. ഉപ്പിനുള്ള തവി ഞാൻ നോക്കട്ടെ. എത്രത്തോളം വേണം? ഓക്കെ. ഉപ്പ് കൂടിയൊന്നുണ്ടോ? എല്ലാം ചേർന്ന് കറക്റ്റ്. എന്നിട്ട് ഇത് കുറച്ച് നേരം ക്ലോസ് ചെയ്യണോ? ഞാൻ നന്നായിട്ട് ഇളക്കട്ടെ. എങ്ങനെ? ഹൈ ഫ്ലെയിമോ ലോ ഫ്ലെയിമോ? ലോ ഫ്ലെയിമോ? അപ്പൊ ഗൈസ്, ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കണം. ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമോ? ഓക്കെ, ഞാൻ നന്നായിട്ട് ക്ലോസ് ചെയ്യട്ടെ. തവി എടുത്ത് കറക്റ്റ് ആയിട്ടല്ലേ? കറക്റ്റ് സോ ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണം? വേണം 5 മിനിറ്റ് അങ്ങോട്ടെ. ഓക്കെ, ഇനി 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഇനി സവാള ഇട്ടതിന് ശേഷം ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് 2 കറിവേപ്പില ഇടാം. സോ നമ്മൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തപ്പോൾ അടച്ചു വെച്ചായിരുന്നു. ഇപ്പൊ നമ്മളൊന്ന് ഓപ്പൺ ആക്കി വീണ്ടും മിക്സ് ചെയ്യും. കേട്ടോ, കാണിച്ചു ഇങ്ങനെയായിട്ടുണ്ട്. ഇനി നമ്മളത് കുറച്ചും കൂടെ മിക്സ് ചെയ്യണം. കുട്ടിക്ക് പാചകം അറിയോ? ക്യാമറ നോക്കി പറയാ. ഇല്ല. എന്ത് കോൺഫിഡൻസ് അല്ലേ? പറഞ്ഞു തന്നാൽ ചെയ്യും. സോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ അല്ലേ? ഫസ്റ്റ് ഇത് അല്ലേ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇടാൻ പോകുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ? കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ. സോ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷെ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിന്റെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മളിതിനകത്ത് നമ്മളായിട്ട് തന്നെ നമ്മളിതിനകത്ത് വെളുത്തുള്ളി കൂടുതൽ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി വറുത്ത് വെളുത്തുള്ളി കൂടുതൽ ചേർത്തേ. എന്തിനാ സ്മെല്ലിനോ? ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ തക്കാളി ചേർത്ത്. എത്രത്തോളം എടുത്ത് തക്കാളി? 4 തക്കാളി. 4 തക്കാളിയോ? തക്കാളി ഒന്ന് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. നോക്കണേ. നോക്കി. അപ്പാടെ എടുത്ത് കമത്തി കൊണ്ടുകൊണ്ട് വരും. ഇത് നല്ലപോലെ ഇളക്കണമായിരിക്കും അല്ലേ? ആ നല്ല സ്മെല്ല്. എന്തേ ഗൈസ്, ഇനി കുറച്ച് തക്കാളി വേവാനുള്ള സമയം നമ്മൾ കൊടുക്കണം അല്ലേ? നോക്കിയാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കണം അല്ലേ? അതെ. പക്ഷെ ഇത് മിക്സ് ചെയ്യാനാണ് ഏറ്റവും വലിയ പ്രോസസ്. എന്തേ? കാരണം ഇത് ഹെവി പണിയാണ്. ഏത് മിക്സ് ചെയ്യുന്നതോ? ഓ, നിന്റെ ഒരു എല്ലാം പൊട്ടിക്കും അങ്ങോട്ട്. ആ ക്ലോസ് ചെയ്ത്. മാങ്ങ എത്ര അമ്മേ? വാങ്ങിട്ടോ കിലോ 120 രൂപ. ഞാൻ 1/2 കിലോ മേടിച്ചുള്ളൂ. 1/2 കിലോ വാങ്ങിയോളൂ. എന്നാ വാങ്ങിന്നോ? ഇന്ന് പോയിട്ടാണ് മേടിച്ചു. ശരി. എന്താണ് ഇതിൻ്റെ പേര് ബ്രിഞ്ചൽ. വഴുതനങ്ങ. അപ്പോൾ ഇത് നമ്മൾ ബെർത്ത ഉണ്ടാക്കും. ബേഗൻക ബെർത്ത. ബേഗൻ ബെർത്ത തീരെ ചുട്ടിട്ടുണ്ടാക്കും. നല്ല രസമാണ്. നോർത്ത് ഇന്ത്യൻകാരുടെ മെയിൻ ഫുഡാണ് बैगन का भरता। पापा को बना कर देगी ये वाला। पापा को बहुत पसंद होती है ये वाली। ओके। ये वाला मैंगो लाया था आज। मैंगो कितना आ गया था? हाफ kg 60 रुपया मैंगो। ठीक है। അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഈ തക്കാളി സവാള എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസാല ഒന്ന് ആഡ് ചെയ്യണം. മസാല കാണിച്ച് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ആഡ് ചെയ്യണം. എന്തൊക്കെയാന്ന് പറ. മഞ്ഞൾപ്പൊടി ഉണ്ട്. ഇതെന്താ എവറസ്റ്റ്. ഇത് മഞ്ഞൾപ്പൊടി, ചാട്ട് മസാല, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മുളക്, സാധാരണ മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കാൻ പിന്നെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അരമണിക്കൂർ പിടിച്ചോ. ഞാൻ ഇളക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ഇടുവാണേ. ഇട്ടോളൂ. നല്ലപോലെ മിക്സ് ആക്കിക്കോ. വീട്ടിലെ ചെയ്ത ഗരം മസാല അതോ? കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിക്കാം. ഇനി കുറച്ച് പണി എളുപ്പമായിരിക്കും. നന്നായിട്ട് തിളകിക്കേ. അരി കൂടി വരും. നിങ്ങൾക്ക് ഇതൊക്കെ ഇളക്കണ്ടേ? മിക്സ് കറക്റ്റായിട്ട് മിക്സ് ആക്കണം. അതിനുശേഷം ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് വീണ്ടും മൂടി വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ചിക്കൻ കറി ഒത്തിരി സമയം എടുക്കൂലേ ഇത്? അല്ലേ? പിന്നെ നമ്മുടെ കേരളത്തിലൊക്കെ നമ്മുടെ ചിക്കൻ കറി പെട്ടെന്ന് റെഡിയാവും. അപ്പയ്ക്ക് ഉണ്ടാക്കണമെന്ന് കേരളത്തിലെ പോലെ അപ്പയ്ക്ക് മസാലയെല്ലാം നല്ലപോലെ കുഴഞ്ഞ് എണ്ണ മേളിൽ തെളിഞ്ഞ് വരുന്നണം വരെ അപ്പയ്ക്ക് ഇങ്ങനെ. സോ നമ്മുടെ കറി റെഡിയാകാൻ പോകുന്നു. എന്താ നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്യും. കുറേ നേരമായിട്ട് ഇത് തിളച്ച് അതെ ഒന്ന് റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിയില മൊത്തത്തിൽ ഇതാണോ? മല്ലിയില നമ്മൾ ഇടാൻ പോവാണ്. ഷെഫ് കരിഷ്മ. ഇത് ജസ്റ്റ് ഒരു ഫൈനൽ ടച്ച് ആണ്. എനിക്ക് ഇറക്കി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് അമ്മേനെ കൊണ്ട് ഞാൻ ഏൽപ്പിച്ചു. അമ്മ അങ്ങോട്ട് കൊണ്ടുവന്നു.
ഇനി എന്താ ഇത്? ഇനി ചോറ് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണം. ബൈ.